എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ കോളേജിലേക്ക് വരാൻ. പക്ഷെ ഞാനിന്ന് വരുമ്പോൾ ഞാൻ കണ്ടത്, ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, ഒരു പുതിയ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഒരു പുതിയ, ഞങ്ങൾ സംസ്കൃതത്തിൽ പറയും, ഈ പൂത്തുലഞ്ഞൊരു വൃക്ഷം പോലെ നിൽക്കുക. സാധാരണ അല്ലാത്തപ്പോഴൊക്കെ കാറ്റ് മേലെയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ. അപ്പോൾ ആ ആൾ കയറിയപ്പോൾ തന്നെ വരികയും ഇവിടെ വരികയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരനുഭവമാണ് എനിക്കുണ്ടായത്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ ആ വിവരം പ്രിൻസിപ്പളിനോടും എല്ലാവരോടും പറയുകയും ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. എന്നോട് ഈ പരിപാടിയെ സംബന്ധിച്ച് നേരത്തെ സനീഷ് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, ഇംഗ്ലീഷ് വിഭാഗവും മലയാള വിഭാഗവും കൂടി യോജിച്ചിട്ടാണ് ഇത് നടത്തുന്നത് എന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ളൊരു ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ സെപ്പറേറ്റ് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സാണ്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരില്ല. അതാണ്. അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോൾ അനന്തമൂർത്തി സാറ് വൈസ് ചാൻസലറായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പരീക്ഷണം നടത്തി MG യൂണിവേഴ്സിറ്റി, സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എന്നും സ്ഥാപിച്ചു. അപ്പോൾ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരുടെ മലയാളക്കാരുടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും പരസ്പരം വരിക, കുട്ടികൾ വരിക, അങ്ങനെ ഒരു നമുക്ക് എല്ലാ വിഷയങ്ങളും പരസ്പരം ചർച്ച ചെയ്തൊരു സംസ്കാരം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. ഞങ്ങളുടെ സിൻഡിക്കേറ്റ് കഴിഞ്ഞ് ഞങ്ങളും പോയി, ഇത് പോയി കഴിയുമ്പോൾ പിന്നെ സംഗതി അങ്ങ് പോയി. ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, മലയാളംകാരൻ മലയാളം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, അത് വേറെ സാധാരണ രീതിയിലായി. ഇവിടെ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കിയൊരു കാര്യമാണ്. ഇവിടെ അനുകരണീയമായ മാതൃകയാണത്. വിദ്യാർത്ഥികളും അധ്യാപകരും ഇങ്ങനെ പരസ്പരം ചർച്ചകളിലൂടെ, ആശയ സംവാദങ്ങളിലൂടെ അവരുടെ ചക്രവാളങ്ങൾ വികസിക്കുകയാണ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കോളേജുകളെ സംബന്ധിച്ചൊക്കെ പറയാറുള്ള ഒരു സംഗതി, കേരളത്തിലെ തിയേറ്ററിനെ നശിപ്പിച്ചത് കോളേജുകളാണ് എന്നൊരാക്ഷേപമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ കോളേജുകളിലൊക്കെ തിയേറ്റർ പ്രിസ്ക്രൈബ് ചെയ്യും. ഈ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടെക്സ്റ്റാണ്. നളചരിതം നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തു നിൽക്കുക. ഒരൊറ്റ മനുഷ്യൻ കഥകൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഉണ്ടാകുന്നത് എന്താ? ആ ടെക്സ്റ്റ് വായിക്കും. ഈ ടെക്സ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ അനോട്ടേഷൻ എഴുതും, മറ്റേത് എഴുതും, മറിച്ചത് എഴുതും. ദാറ്റ് മീൻസ് തിയേറ്റർ എന്ന് പറയുന്നതിനെ നശിപ്പിക്കുക എന്നർത്ഥം, ഇല്ലാതെയാകുക. അപ്പോൾ ഈ ടെക്സ്റ്റും പെർഫോമൻസും ചേർന്നതാണ് തിയേറ്റർ എന്ന് പറയുന്നത്. ഭാഗ്യവശാൽ ഇന്ന് ഇവിടെ ഈ അനേകം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നു, സൈദ്ധാന്തികമായ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നു. ആ കൂട്ടത്തിൽ തന്നെ പെർഫോമൻസസ് ധാരാളം നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള പെർഫോമൻസസ് നടക്കുന്നുണ്ട്. ഞാൻ ഈ ലിസ്റ്റ് നോക്കുമ്പോഴേ, അപ്പോൾ ടെക്സ്റ്റും പെർഫോമൻസും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായൊരു ബന്ധം, ആ ബന്ധവും അവ തമ്മിലുള്ള അനുരഞ്ജനത്തിൻ്റെ ഭംഗിയും ചേർന്നതാണ് നമ്മുടെ ഈ സെമിനാർ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഭാവിയിലും ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും എന്ന പ്രതീക്ഷയും എനിക്കുണ്ട്. ഞാനിവിടെ ഈ ഇന്നും നാളെയുമായിട്ട് മുഴുവൻ നടക്കാൻ പോകുന്നത് സെമിനാറിൽ നടക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ അരങ്ങ് വഴികൾ, അയാളുടെ സമൂഹവും, അതിമനോഹരമായൊരു വിഷയം, നല്ല സബ്ജക്റ്റ്. എനിക്ക് ആ സബ്ജക്റ്റിനെ പറ്റി ചിലത് പറയണമെന്നൊരു കൊതിയുണ്ട് ശരിക്ക്. പക്ഷെ ഞാനിപ്പോൾ ആ സബ്ജക്റ്റിലേക്ക് കിടക്കുന്നില്ല. ഉദ്ഘാടനം നടത്തുന്നയാൾ അത്രയും മധ്യപ്രസംഗത്തിന് പോകണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പൊതുവായ 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നിർത്താമെന്ന് വിചാരിക്കുന്നു. തിയേറ്ററിനെ സംബന്ധിച്ച് ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ സ്വാഗതത്തിൽ എൻ്റെ സുഹൃത്ത് ശ്രീ സനീഷ് എന്താണ് കലയ്ക്ക് വേണ്ടത്, കലയുടെ പ്രയോജനം എന്താണ്, പ്രിൻസിപ്പൽ അച്ഛൻ നമ്മളോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം വാട്ട് ഈസ് തിയേറ്റർ ഫോർ എന്നൊരു ചോദ്യം ആണ് എല്ലാം ഉള്ളത്. എന്തിനാണ് തിയേറ്റർ എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം സിനിമ കാണാറുണ്ട്, നാടകം കാണാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്, നൃത്തം കാണാറുണ്ട്, രസിക്കാറുണ്ട്. ഇതെന്തിന് എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ഉത്തരം പറയാൻ വളരെ എളുപ്പമല്ല എന്നെനിക്കറിയാം. എങ്കിൽ പോലും
എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ തോന്നുന്നൊരു കാര്യം, ഞാൻ പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ ഒരു സിനിമ വന്നിരുന്നു. ഒരു വിദേശത്തു നിന്നുള്ളൊരു സിനിമയാണ്, 10 കമാൻഡ്മെൻറ്റ്സ് എന്നുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു. ഈ 10 കമാൻഡ്മെൻറ്റ്സ് എന്നുള്ളൊരു സിനിമ അന്നൊക്കെ ഞങ്ങൾ കുട്ടികളല്ല, ഞങ്ങളുടെയൊക്കെ നല്ല താരുണ്യമുള്ള കാലത്ത് ഞങ്ങളെ കണ്ടത്. അതിൻ്റെ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഈ സൃഷ്ടിയാണ്. ആദ്യ സൃഷ്ടി ആദമിനെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ആദമിനെ സൃഷ്ടിക്കുന്നത് ഒരു മണൽപ്പരപ്പ് പോലുള്ളൊരു പ്രദേശം കൊണ്ട് കാണിച്ചിട്ട് ഇങ്ങനെ കാറ്റടിക്കുക. ഇങ്ങനെ കാറ്റടിച്ച് കഴിയുമ്പോൾ ഈ കാറ്റിൽ ഇങ്ങനെ ഇത് മാറി മാറി മാറിയായി പോയി കഴിഞ്ഞിട്ട് ഒരു മനുഷ്യരൂപമായിട്ട് വരികയും ഈ ആദം അങ്ങ് എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ അതൊന്നല്ല, അവിടെ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എഴുന്നേറ്റിട്ട് നോക്കുന്നു, ചുറ്റും നോക്കുന്നു. ഹീസ് ദ ഫസ്റ്റ് മാൻ. ഇതിനു മുമ്പ് ഒരു മനുഷ്യനില്ല, എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെ നോക്കി നടക്കുകയാണ് ഇതിൽ. ആ വലിയ ഗാർഡനിലൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്, ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് ചെന്ന് അദ്ദേഹം ഒരിക്കൽ ചെന്നിട്ടൊരു വെള്ളത്തിൻ്റെ മുൻപിലേക്ക് ചെല്ലുന്നുണ്ട്. സോ ബ്യൂട്ടിഫുൾ. അതെ, ഒരു വെള്ളത്തിൻ്റെ മുൻപിൽ, തടാകത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ ചെല്ലുകയാണ്. ആ ചെന്നിട്ട് ഈ തടാകത്തിലേക്ക് നോക്കുക. തടാകത്തിലേക്ക് നോക്കുമ്പോൾ സ്വന്തം മുഖം കാണുകയാണത്. അവിടെ നിന്ന് എടുത്തൊരു ചാട്ടാണ്. താൻ തൻ്റെ മുഖം കണ്ടു. അതാണ് പ്രശ്നം. നമുക്കൊരിക്കലും കാണാൻ സാധിക്കാത്ത ഒന്ന് എന്താ? നമ്മുടെ മുഖമാണ്. എനിക്ക് നിങ്ങളെല്ലാവരുടെയും മുഖം എനിക്ക് കാണാം, ഇവിടെ ഇരിക്കുന്നവരുടെ മുഖം എനിക്ക് കാണാം. പക്ഷെ എനിക്ക് എൻ്റെ മുഖം കാണാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം? നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണണമെങ്കിൽ കാണാൻ സാധിക്കില്ല. നമ്മുടെ മുഖം നമുക്ക് കാണിച്ചു തരുന്നത് കലയാണ്, തിയേറ്ററാണ് പ്രധാനമായിട്ട്. കാരണം തിയേറ്ററിൽ ഈ ദൃശ്യവൽക്കരണം ഉണ്ടല്ലോ. ഈ ഒരു വാക്കിനെ, മൊഴിയെ നമ്മളവിടെ എന്താക്കുന്നു? ദൃശ്യവൽക്കരിക്കുകയാണ് ചെയ്യുക, കാഴ്ചയാക്കുകയാണ്. മൊഴിയെ കാഴ്ചയാക്കുന്ന കലയാണ് തിയേറ്റർ എന്ന് പറയുന്നത്. ഈ കാഴ്ചയാക്കുമ്പോൾ, നാം കാണുമ്പോഴാണ് നമുക്കത് അത്ഭുതം ഉണ്ടാക്കുക, ഇഷ്ടപ്പെടുക. ഞാനിതാണോ എന്ന് ചോദിക്കുക. നിങ്ങൾക്കിപ്പോൾ ആരോടാണ് ഏറ്റവും അധികം ഇഷ്ടം എന്ന് ചോദിച്ചാൽ ആരോടാണ് ഏറ്റവും അധികം ഇഷ്ടം? ഞാനത് പരസ്യമായിട്ട് ചോദിക്കുന്നില്ല കേട്ടോ. ചോദിച്ചാൽ കുഴപ്പമുണ്ടാവും, പ്രശ്നമുണ്ടാവും. എങ്കിലും നമ്മുടെ MTയുടെ ഒരു നോവലുണ്ടല്ലോ, കാലം. ഈ കാലത്തിൽ പറയുന്ന ഒരാളുണ്ട്, സേതുവേട്ടന് എന്നും ഇഷ്ടം. ഓർക്കണ്ടോ? ഏത് നോവലാന്ന് ഓർക്കണ്ടോ? സേതുവേട്ടന് എന്നും ഇഷ്ടം സേതുവേട്ടനെ തന്നെയാണ്. സത്യമല്ലേ? മറിച്ച് വല്ലതും പറയണമെങ്കിൽ പറഞ്ഞോളൂ. ഇപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മെ തന്നെയാണ്. ഇന്നിപ്പോൾ നാളെ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ നടന്നിട്ട് നാളെ നോട്ടീസ് ബോർഡിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് നോക്കിയാൽ, ഈ ഇടത്തിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഓടി വന്നിങ്ങനെ നോക്കും. നിങ്ങൾ ആരെയാണ് നോക്കുക? പോലീസ് സാർ എവിടെ ഇരിക്കണമെന്നാണോ? ആണോ? ആരെങ്കിലും നോക്കുമോ? പ്രിൻസിപ്പാൾ എവിടെ ഇരിക്കണമെന്നാണോ? നിങ്ങൾ എവിടെയാണ് നോക്കുക? ഞാൻ എവിടെ ഇരിക്കുന്നു എന്നാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നാം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മെ തന്നെയാണ്. നമ്മുടെ മുഖം കാണാനാണ് നാം ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റില്ല. അത് കാണാൻ മറ്റ് മാർഗങ്ങൾ വേണം. കണ്ണാടി ഒരു മാർഗമാണ് കേട്ടോ, പക്ഷെ കണ്ണാടി കൊണ്ട് മാത്രം പറ്റില്ല, മറ്റ് മാർഗങ്ങൾ വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് തിയേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മിങ്ങനെ നേരെ കാണിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി ആണ് തിയേറ്റർ എന്ന് പറയുന്നത്. ഞാൻ മുഖം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ മുഖം ഇങ്ങനെ കാണിക്കുന്നു എന്നല്ല, ഈ സമൂഹത്തിൻ്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നു എന്നാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ നമ്മുടെ യുവജനോത്സവത്തിൽ, തിരുവനന്തപുരത്ത് യുവജനോത്സവം ഉണ്ടല്ലോ, യുവജനോത്സവത്തിൽ
ഏതാണ്ട് നിങ്ങളുടെയൊക്കെ പ്രായമുള്ള കുട്ടികളാണ് അവിടെയൊക്കെ പങ്കെടുത്ത. വളരെ അവർ മോണോ ആക്ട് തിരഞ്ഞെടുത്തത്, അവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ മോണോ ആക്ട് തിരഞ്ഞെടുത്തത് മറ്റേ ഒന്ന് നമ്മുടെ അർജുൻ. മോണോ ആക്ടിൻ്റെ വിഷയമാണ്. എന്താ അർജുൻ? ഏതാ അർജുൻ? ആരാ? അറിയുന്നില്ലേ? നമ്മുടെ എത്രയോ ദിവസം നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിന്നു ആ ട്രക്ക് ഡ്രൈവറുടെ ജീവന് വേണ്ടിയിട്ട്. ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയിരിക്കുന്നു, തിരിച്ചു വരുമോ, കിട്ടുമോ, ജീവിച്ചിരിക്കുമോ? എത്ര ദിവസം, എന്തൊരാഗണിയായിരുന്നു സമൂഹത്തിന്. നമ്മൾ ടി വിയിലൊക്കെ നോക്കുക, ആദ്യം നോക്കുക എന്താണ് നമ്മുടെ വേദന. ഇതാണ് അവിടെ നിങ്ങളെപ്പോലുള്ള നമ്മുടെ കുട്ടികൾ അവതരിപ്പിച്ച ഒന്ന്. മറ്റൊന്ന് ജോയി. ജോയി ഏതാണെന്നറിയോ? ജോയി ഒരു സാനിറ്ററി വർക്കലാണ്, കീപ്പറാണ്. തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ താഴെയുള്ള ചാനലിൽ, ചെളി കെട്ടിക്കിടക്കുന്ന ചാനലിൽ, ആ ചാനലിലേക്ക് ചാടി ജീവൻ നഷ്ടപ്പെട്ടു പോയ ജോയിയുടെ ജീവിതമാണ് വേറൊരാൾ അവതരിപ്പിച്ചത്. പണ്ടത്തെ കാലത്താണെങ്കിൽ ഈ രാവണൻ വന്ന് സീതയെ കട്ടോട്ട് പോകുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവതരിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ നാടകത്തിലൂടെ കാണുന്നത് ഈ സമൂഹത്തിൻ്റെ ആംഗ്വിഷ്, നമ്മുടെ ഉത്കണ്ഠകൾ, ഈ സമൂഹത്തിൽ തേടുന്നതെന്ത്, അതിനോട് ഇതിങ്ങനെ പ്രതികരിക്കുന്നത് എന്താണ്? ഈ അർജുനെ കണ്ടുകിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ്, ആ സ്നേഹം കൊണ്ട് ആ ടി വി തല്ലിപ്പൊട്ടിക്കുമായിരുന്നു. അത്ര ആവേശത്തിലായിരുന്നു നമ്മൾ, ഇല്ലേ? ഈ ജോയിയുടെ മൃതദേഹം കിട്ടി എന്ന് പറയുമ്പോഴേ എങ്ങനെയാണ് ഈ അർജുനും ജോയിയൊക്കെ നിങ്ങളാകുന്നത്, നിങ്ങളുടെ ആളുകളാകുന്നത്? അതാണ് കല, അതാണ് നാടകം. നാം ഒന്നാണെന്നും നമ്മുടെ മനസ്സുകൾ ഒന്നാണെന്നും നമ്മളവിടെ ആ കണ്ടതൊക്കെ, അർജുനെ കാണുമ്പോഴൊക്കെ കണ്ടതൊക്കെ, അർജുനൻ്റെ കുടുംബം, അർജുനൻ്റെ കുട്ടി, അച്ഛൻ വരുന്നത് നോക്കി, അച്ഛൻ കൊണ്ടുവന്ന് പലഹാരം നോക്കി നിൽക്കുന്ന അർജുനൻ്റെ മക്കൾ, ഇവരെയൊക്കെ നമ്മളിങ്ങനെ കാണുകയും അവരിലൊക്കെ നമ്മെ തന്നെ നമ്മൾ കാണുകയും ചെയ്യുകയാണ്. ഇതാണ് തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുക. ഇതിനു വേണ്ടിയാണ് തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ മുഖം കാണാൻ, നമ്മുടെ മുഖം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖം കാണാൻ, സമൂഹത്തിൻ്റെ നിശ്വാസങ്ങൾ കേൾക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി അതാണ് തിയേറ്റർ. അത് തിയേറ്ററിൻ്റെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളായാലും അതിൽ കുഴപ്പമില്ല. അതാണ് തിയേറ്റർ. അതുകൊണ്ടാണ് നമ്മളെല്ലാം തിയേറ്റർ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഈ മോണോ ആക്ട് ആയാലും വേണ്ടില്ല, നാടകമായാലും വേണ്ടില്ല, സിനിമയായാലും വേണ്ടില്ല, നൃത്തമായാലും വേണ്ടില്ല, നമ്മൾ അവിടെയൊക്കെ കാണുന്നത് നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ മനസ്സും. ഒരു നൃത്തത്തിൽ നമ്മൾ ഇപ്പോൾ ഗോപികമാരുടെ ദുഃഖം വർണ്ണിക്കുന്ന ഒരു ദുഃഖം വരുമ്പോൾ നമ്മൾ കാണുക ഈ വൃന്ദാവനത്തിലെ ഗോപികയൊന്നും ആവില്ല, നമ്മൾ കാണുക നമ്മളെ തന്നെയാവും. അപ്പം നമ്മെ തന്നെ കാണാനും നമ്മുടെ സമൂഹത്തെ തിരിച്ചറിയാനും നമ്മെ ഏറ്റവും സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഈ നാടകമാണ്. ഇതാണ് നമ്മൾ പറഞ്ഞൊരു ചുരുക്കം. ഈ നാടകത്തിന് 2 ഘടകങ്ങൾ തിയേറ്ററിന്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നതിൻ്റെ ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതാണ് നിങ്ങൾ പഠിക്കുന്നത്, നാടകത്തിൻ്റെ പുസ്തകത്തിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റാണ്. മറ്റൊന്ന് അതിൻ്റെ പെർഫോമൻസാണ്. ഈ ടെക്സ്റ്റും പെർഫോമൻസും തമ്മിലുള്ള യോജിപ്പാണ് നാടകം, തിയേറ്റർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൗർഭാഗ്യവശാൽ നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് അതിൻ്റെ ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നാം കാണുന്നത് അരങ്ങിലാണ്. ഈ പെർഫോമൻസ് എന്നുള്ളൊരു പുതിയ വാക്കാണ്. പുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കാലമായില്ല പ്രചാരത്തിൽ വന്നിട്ട്. ഏതാണ്ടൊരു 10-30 കൊല്ലം മുൻപ് ഇപ്പോൾ ഷക്കനറൊക്കെയാണ് ഇതിനെ ഇങ്ങനെ പ്രചാരത്തിൽ കൊണ്ടുവന്നത്. അതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. പെർഫോമൻസിന് 3 തലങ്ങളുണ്ട്, 3 ലെവൽസ് ഉണ്ട് പെർഫോമൻസിന്. ഇപ്പം നമ്മൾ പറയുകയാണ്, ഒരു കുട്ടി ഇൻ്റർവ്യൂവിന് പോയിട്ട് എങ്ങനെയിരുന്നു ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ ചെയ്തയാൾ നമ്മളോട് പറയുകയാണ്, വെരി ഗുഡ്
ഹിസ് പെർഫോമൻസ് വാസ് ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അല്ല അതിൽ നാടകമൊന്നും കളിച്ചൊന്നും ഇല്ല അവിടെ ചെന്നിട്ട്. പക്ഷേ ഒരു ചെല്ലുന്നു, ഇവിടെ ഇരിക്കുന്നു, ചെയ്യുന്നു, അതെല്ലാം കൂടി ചേർന്നതാണ് ഈ പെർഫോമൻസ് എന്ന് പറയുന്നത്, ഇല്ലേ? അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പെർഫോമൻസ് ഉണ്ട്, ഓരോരോ ഘട്ടത്തിലുള്ള നമ്മുടെ പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ ഈ പെർഫോമൻസിനെ നമ്മൾ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുക. ഇതിന് പറയാവുന്ന ക്ലാസിക്കൽ എക്സാമ്പിൾ പെർഫോമൻസ്, ഈ സാധാരണ ജീവിതത്തിലുള്ള പെർഫോമൻസ് എന്ത് എന്ന് പറയാവുന്ന ഒരു ഉദാഹരണമുണ്ട്. ഈ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ക്യാബിനറ്റ് കൂടുകയാണ്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ക്യാബിനറ്റ് കൂടിയിട്ട് അപ്പോൾ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നറിയാൻ ഇങ്ങനെ പത്രക്കാർ കാത്തുകൊണ്ടിരിക്കുക, ചുറ്റും കേട്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ഇറങ്ങി വരുന്നു. ഇങ്ങനെ പത്രക്കാരോട് ചോദിക്കുക. അദ്ദേഹം കാണിച്ചതാണ്. കണ്ടിട്ടില്ലേ നിങ്ങളിത്? കണ്ടിട്ടില്ലേ? ഈ ഒരൊറ്റ ആക്ഷനായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വിക്ടറി, നമ്മൾ ജയിക്കും, വിക്ടറി. ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ സാധാരണ നമ്മൾ കാണിക്കാറുള്ള, തിയേറ്ററിലേക്ക് പോകാതെ ജീവിതത്തിൽ നമ്മൾ കാണിക്കാറുള്ള പെർഫോമൻസിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കൊടുക്കാറുള്ളത് ഈ വിക്ടറിയാണ്. അതിപ്പോഴും നമ്മൾ കാണിക്കാറുണ്ട്. നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റിസൾട്ട് അറിയാൻ പോയിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കാറുണ്ട് വിക്ടറി എന്ന് പറയുന്നത്. പെർഫോമൻസിൻ്റെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് റിച്വലാണ്, അനുഷ്ഠാനങ്ങൾ. അനുഷ്ഠാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭക്തനും ഒരു ഡയറ്റിയും തമ്മിൽ ഉള്ള സംവാദങ്ങളാണ്. അതാണ് നമ്മളുടെ വളരെ ആദ്യകാലം മുതൽ നമ്മുടെ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ളത്. കേരളത്തിലെ പെർഫോമൻസിൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് അതിൽ വരുന്നത് നമ്മുടെ മുടിയേറ്റാണ്. മുടിയേറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ മുടിയേറ്റ് എന്ന് പറയുന്നത് കളങ്ങളൊക്കെ അവർ അച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല പലപ്പോഴും, മുടിയേറ്റ്. അപ്പോൾ ഈ മുടിയേറ്റ് എന്ന് പറയുന്നത് ദേവി, ഒരു ഗ്രാമത്തിൻ്റെ ഒരു ദേവി. ഈ ഗ്രാമത്തിൻ്റെ ദേവിയുടെ അടുക്കിൽ ആളുകൾ തങ്ങളുടെ സങ്കടമായിട്ട് എത്തുവാണ്. അവരുടെ പരാതികളുണ്ട്, അതൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് ദേവി കേൾക്കുന്നു, ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഈ ദേവിക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല, കാരണം ദേവി ചിത്രത്തിലാണല്ലോ. വന്നേക്കുന്ന ആളുകളുമുണ്ട്. ഇവർക്ക് ഇടയിൽ ഒരാളുണ്ട്, അതാണ് നമ്മുടെ വെളിച്ചപ്പാട്. നമ്മൾ പറയുക കേരളത്തിൻ്റെ നാടക ചരിത്രത്തിലെ ആദ്യത്തെ നടൻ വെളിച്ചപ്പാടാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ വെളിച്ചപ്പാടെന്ന് വെച്ചാൽ ആരാണെന്ന്? ഹി സ്റ്റാൻഡ്സ് ബിറ്റ്വീൻ ദ ഡൈറ്റി ആൻഡ് ദ പേഴ്സൺ ഹിയർ. ഇവർക്ക് രണ്ടുപേർക്ക് ഇടയിൽ നിൽക്കുന്ന വെളിച്ചപ്പാടാണ്. അപ്പോൾ അത് ഒരു പ്രത്യേക തരത്തിലാണ് ഡയറ്റിയും ഇതുമായിട്ടുള്ളത്. ഇപ്പോഴും ഇപ്പോൾ നമ്മളുടെ ഈ ഡയറ്റിയുമായിട്ടുള്ളൊരു ബന്ധം, അതാണ് നമ്മളുടെ രണ്ടാമത്തെ പെർഫോമൻസിൻ്റെ തലം. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ നാടകങ്ങളാണ്, ഈ രംഗവേദിയാണ്. ഈ രംഗവേദിയുടെ വിശേഷങ്ങൾ ഞാൻ പറയേണ്ടതില്ല. പക്ഷെ 3 തലത്തിലുള്ള പെർഫോമൻസ് ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്, ജീവിതത്തിൽ നമ്മളൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ പെർഫോമൻസ് എന്ന് പറയുന്നതിനെ പറ്റി പറഞ്ഞത്. നമ്മൾ ഈ നാടകം കാണുമ്പോൾ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമ്മളുടെ അനുഭവങ്ങൾ എല്ലാ നാടകം കാണുമ്പോഴും ഒരുപോലെ ആവില്ല. ഇപ്പോൾ നമ്മളൊരു സീരിയൽ കാണുന്നു, ഈ സീരിയൽ കാണുമ്പോഴുള്ള അനുഭവമില്ല നിങ്ങൾ കഥകളി കാണുമ്പോൾ, അതാവില്ല നിങ്ങളൊരു സിനിമ കാണുമ്പോൾ. അപ്പം എങ്ങനെയാണ് ഇതിനോട് സംവദിക്കുന്നത് എന്ന് നോക്കിയിട്ട് ഇതിനെ 3 തരത്തിലുള്ള തിയേറ്റർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഒന്ന് തിയേറ്റർ ഓഫ് എക്സൈറ്റ്മെൻറ്റ്, നമ്മളാകെ ഇളകുവാണ് കേട്ടോ. നിങ്ങൾ ഈ ഇതൊക്കെ കണ്ട് മുടിയേറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. മുടിയേറ്റ് സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിൽ തുടങ്ങുക വൈകുന്നേരം ഒരു 9 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 9 മണി കഴിഞ്ഞിട്ട് ദേവി, ദാരികൻ, പിന്നെ അതിൻ്റെ കഥ എങ്ങനെ പറയുകയല്ല. അപ്പോൾ അവരിങ്ങനെ ഓടുകയാണ്, അതിൻ്റെ പിന്നാലെ ഓടുകയാണ്.
നമുക്കവിടെ അങ്ങ് ഇരിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ പിന്നാലെ നമ്മൾ ഓടുന്നു, ഒരു കൂട്ടർ ദാരികൻ്റെ പിന്നാലെ ഓടുന്നു. അങ്ങനെ ഈ അമ്പലത്തിന് ചുറ്റും ഓടി ഓടി നടന്ന് ഏതാണ്ടൊരു നേരം വെളുക്കുമ്പോഴേക്കുമാണ് ഈ ദാരികനെ കാളി കൊല്ലുക. അതുവരെ നമ്മളിങ്ങനെ എക്സൈറ്റഡാണ്. നമുക്ക് നമ്മളെ തന്നെ അറിഞ്ഞുകൂടാ എന്തിനാ ഇങ്ങനെ ഓടണമെന്ന് അറിഞ്ഞുകൂടാ, ഈ ഒരു ദേവിയുടെ പിന്നാലെ ഇങ്ങനെ ഓടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുക ദ തിയേറ്റർ ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആണ് ഇത് പറയുക. രണ്ടാമത് ഒരു കൂട്ടമുള്ളത് തിയേറ്റർ ഓഫ് കൺസ്ട്രെയിൻറ്റ്. ഇതിന് നേരെ വിരുദ്ധമായിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു കഥകളി കാണുന്നു, ഒരു കൂടിയാട്ടം കാണുന്നു, ഓടില്ല എന്നല്ല, അനങ്ങിയിലിരിക്കുന്ന. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കഥകളിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചില ആളുകളെ കഥകളിയുടെ മുമ്പിൽ ഇങ്ങനെ വിളക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇതങ്ങോട്ട് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ആ വിളക്കിൻ്റെ എതിരിങ്ങനെ ആ വിളക്കിൻ്റെ എതിരേക്ക് ഇങ്ങനെ നോക്കി അങ്ങോട്ട് ഇരിക്കുക. വിളക്കുന്നവരെ അങ്ങനെ തന്നെ ഇരിക്കും, അനങ്ങില്ല. അവിടെ നിന്ന് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുകയാണ്. അവർക്ക് ചിരിയില്ല, കരച്ചിലില്ല, ഒന്നുമില്ല. ഈ കാണുന്നതിൽ എല്ലാ ഭാവങ്ങളെയും വികാരങ്ങളെയും ഉള്ളിലേക്ക് ഒതുക്കുന്ന തിയേറ്ററാണ് തിയേറ്റർ ഓഫ് കൺസ്ട്രെയിൻറ്റ്. നിങ്ങൾ നളയരുതൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ടല്ലോ. ഈ നളയരുതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒന്നും ദമയന്തിക്ക് എന്തൊരു കഷ്ടപ്പാടാണ് ഉണ്ടാകുക, എന്തൊരു വിഷമമാണ് ദമയന്തിക്ക് ഉണ്ടാവുന്നത്. പക്ഷേ ആരെങ്കിലും അവിടെ ഇരുന്ന് കരയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓ ദമയന്തി ഇത്ര കഷ്ടമായല്ലോ, അതിനെങ്ങനെ ഉപേക്ഷിച്ച് വിട്ടല്ലോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കരയുന്ന കണ്ടിട്ടുണ്ടോ? ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ തിയേറ്റർ ഓഫ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുക. മൂന്നാമത്തെ തിയേറ്റർ ദ തിയേറ്റർ ഓഫ് റിയാലിറ്റി. അത് വരുമ്പോൾ തിയേറ്റർ ഓഫ് ഐഡൻറ്റിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ വൈകുന്നേരം കാണാൻ പോകുന്ന സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഞാനാണ് ആ ആളെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഒന്നിച്ച് വരിക. അപ്പോൾ ഞാനാണ് ആള് വിചാരിച്ച് നിൽക്കും. അപ്പം അങ്ങനെ നിന്നിട്ടിപ്പോൾ ഇന്ന് സീരിയൽ അവസാനിക്കുമ്പോൾ എന്താ വെച്ചാൽ മരിക്കാൻ വിഷം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നാളെ വൈകുന്നേരം ഈ സമയം വരെ ആകുമ്പോഴൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ വിഷം കുടിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പകലും മുഴുവൻ നിങ്ങൾ ഓടി നടക്കുന്നത്. കാരണം നിങ്ങളവിടെ കയറിയിരിക്കുകയാണ്. നമ്മളതിനോട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. ആ കഥാപാത്രത്തോട് നമ്മൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഈ പിറ്റേ ദിവസം സീരിയലിൻ്റെ സമയത്ത് വല്ല കരണ്ട് പോകുക മറ്റു ചെയ്താലാണ് അവർ തന്നെ വിഷം കുടിച്ചു. അത്ര റിയാലിറ്റി ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ കാണുന്ന നാടകങ്ങളും നമ്മൾ കാണുന്ന ഈ സിനിമകളും ഒക്കെ അത്തരത്തിൽ തിയേറ്റർ ഓഫ് ഐഡൻറ്റിറ്റിയുടേതാണ്, ഐഡൻറ്റിഫിക്കേഷനാണ് നമ്മളീ ഇതുമായിട്ട്. പക്ഷേ ഈ കഥകളി പോലുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷനൊന്നുമില്ല. നമുക്കറിയാം ഈ വന്ന് നിൽക്കുന്നത് ഈ ദമയന്തി ഒന്നുമല്ല, ഇത് മറ്റേ നടിയല്ലേ, അവർ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അത് സ്ത്രീയും കൂടിയല്ല, അത് നമ്മുടെ ശിവരാമ വേഷം കെട്ടി വന്ന് ദമയന്തിയായിട്ട് നിൽക്കുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കഥകളി കാണുന്നത്. അതുകൊണ്ട് കഥകളി കാണുമ്പോൾ ദമയന്തിയെ ഓർത്ത് നമ്മൾ കരയുകയും ചെയ്യില്ല. അപ്പോൾ ഈ 3 തരത്തിലുള്ള റെസ്പോൺസസ് ആണ് നമുക്കുള്ളത്, ഈ 3 തരം തിയേറ്ററിനോട് എന്നർത്ഥം. അപ്പോൾ ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഓരോന്നും തിയേറ്റർ കാണുമ്പോൾ ആ തിയേറ്ററിനോടുള്ള നമ്മുടെ പ്രതികരണം ഒരുപോലെ ആയിരിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, ഈ അരങ്ങിൽ നമ്മൾ കാണുന്നത്, ഈ അരങ്ങിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉള്ള സത്യം എന്ന് പറയുന്നത്? അരങ്ങിലെ സത്യം എന്നത് അവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ്. കോൺഫ്ലിക്റ്റ് ഇല്ലെങ്കിൽ നാടകം ഇല്ല എന്നാണ്. ഇപ്പോൾ ഈഡിപ്പസ് ഏറ്റവും വളരെ പ്രസിദ്ധമായിട്ട് അരിസ്റ്റോട്ടിൽ തന്നെ മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ട്രാജഡിയാണ് ഈഡിപ്പസ്. ഈ ഈഡിപ്പസിലൊരു കോൺഫ്ലിക്റ്റ് ഇല്ല. കാരണം ഈഡിപ്പസ് വിധിയുടെ അതിന് വിധേയനായിട്ട് ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുകയാണ് ഈഡിപ്പസ്. പക്ഷേ ഈഡിപ്പസിൻ്റെ മകളുണ്ട് ആൻറ്റിഗണി എന്ന നാടകമുണ്ട്. നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ഇംഗ്ലീഷിലുള്ള നാടകമാണ്, അതൊക്കെ കേട്ടാൽ ശരിയാവില്ലേ? ഈ ആൻറ്റിഗണി ഉണ്ട്. ആൻറ്റിഗണിയുടെ പ്രശ്നം വെച്ചാൽ ആൻറ്റിഗണി ഈഡിപ്പസിൻ്റെ മകളാണ്.
പക്ഷേ ആൻ്റിഗണിയുടെ പ്രശ്നം വെച്ചാൽ ആൻ്റിഗണിയുടെ സഹോദരനാണ് രാജാവ്. അപ്പോൾ ആൻ്റിഗണിയുടെ ഈ സഹോദരന് ക്രിയോൺ, ഈ ക്രിയോൺ എന്ന രാജാവ് ആൻ്റിഗണിയുടെ സഹോദരൻ ശത്രുപക്ഷത്താണ് എന്നതുകൊണ്ട് അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് സംസ്കാരം നൽകാൻ രാജാവ് വിസമ്മതിക്കുന്നു. അങ്ങനെ രാജാവ് വിസമ്മതിക്കുമ്പോൾ ഈ രാജാധികാരവും തൻ്റെ സഹോദരനോടുള്ള കടപ്പാടും ഇവ തമ്മിലുള്ള സംഘർഷമാണ് ആൻ്റിഗണി എന്ന നാടകം. ആൻ്റിഗണിയാണ് ലോകത്ത് ഏറ്റവും പ്രശസ്തമായ ട്രാജഡി എന്നാണ് പലരും പറയുക. അത് ഈ സഹോദരന് വേണ്ടി സഹോദരി രാജാവിനോട് ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ സഹോദരന് അന്നത്തെ ഇതനുസരിച്ച് വെച്ചാൽ മാന്യമായ രീതിയിലൊരിത് കൊടുത്തില്ലെങ്കിൽ, സംസ്കാരം കൊടുത്തില്ലെങ്കിൽ അവർ വല്ല ഇതായി പോകും, അവർ ഇതായി പോകും എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ഞാൻ പറയും, ഇവിടെ സംഘർഷം, ഒരിടത്ത് ഈ സംഘർഷം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ, രണ്ട് ഇത് തമ്മിലുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പം നിങ്ങൾ ഉത്തരാമേരിതം സംസ്കൃതം അല്ലെ, ഉത്തരാമേരിത നാടകം കണ്ടിട്ടുണ്ടോ? ഉത്തരാമേരിത നാടകത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ സംസ്കൃത നാടകമാണ്. ഉത്തരാമേരിത നാടകത്തിൽ ഒരൊറ്റ ആളേ ഉള്ളൂ, ശ്രീരാമൻ. ഈ ശ്രീരാമൻ സീതയുമായിട്ടുള്ള ബന്ധം കാര്യങ്ങളൊക്കെയാണ് നാടകത്തിലുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ സംഗതി അറിയാമല്ലോ. അവിടെ കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീരാമൻ ഒരു രാജാവാണ്. അപ്പം രാജാവിന് പ്രജാഹിതമനുസരിച്ച് പെരുമാറണം. അദ്ദേഹം ഒരു ഭർത്താവാണ്, സീത തെറ്റുകാരിയാണെന്ന് വരികയാണ്. അപ്പോൾ ശ്രീരാമൻ എന്ന വ്യക്തിയിലെ രാജാവും ഭർത്താവും തമ്മിൽ, ഒരു വ്യക്തിയിലെ തന്നെ രണ്ട് അംശങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അതാണ് സംസ്കൃതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നാടകം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെയൊക്കെ നമുക്ക് ഈ സംഘർഷമാണ് നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് നമ്മെ ബാധിക്കുന്നതാണ് ഈ സംഘർഷം, ഏത് തരത്തിലുള്ളതാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അടുക്കളയിൽ നരങ്ങത്തേക്ക് അല്ലെങ്കിൽ പാട്ടബാക്കി അതുപോലുള്ള നാടകങ്ങളൊക്കെ കാണുമ്പോൾ, ആ നാടകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയുണ്ട്, ആ വ്യവസ്ഥിതിയും അതിനോട് എതിരിടുന്ന ഒരാളും. സാമൂഹ്യ നാടകങ്ങളെല്ലാം അങ്ങനെയുള്ള സംഘർഷമാണ്. അപ്പോൾ ഇത്തരം കോൺഫ്ലിക്റ്റുകളിൽ നിന്ന്, അതായത് അരങ്ങിൽ രൂപപ്പെടുന്ന ഇത്തരം കോൺഫ്ലിക്റ്റുകളിൽ നിന്ന് നിങ്ങൾ പക്ഷം ചേരില്ല കേട്ടോ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പക്ഷം ചേരില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ രൂപപ്പെടുത്തുന്നതായ നിങ്ങളുടെ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളാണ് നാടകങ്ങളിലെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം. ഇന്ത്യയിൽ പക്ഷേ ദുരന്ത നാടകങ്ങളില്ല കേട്ടോ, അത് പറയാം. ഈ നമ്മൾ ഈ പറഞ്ഞ ആൻ്റിഗണിയോ ഇഡിപ്പസോ ഒന്നും ഇന്ത്യയിൽ ഉണ്ടാകാൻ പറ്റില്ല. അതിന് കാരണം ഇന്ത്യയിൽ ട്രാജഡി ഇല്ല എന്നത് തന്നെയാണ്. അതിന് കാരണം വളരെ സൈദ്ധാന്തികമായ തലത്തിലുണ്ട്. ഈ യവന വിശ്വാസം അനുസരിച്ച് ഡെത്ത് ഈസ് ദ എൻഡ് എന്നാണ്. മരണം എന്നാൽ തീർന്നു, അവസാനമാണ്. അതുകൊണ്ട് ഡെത്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ദുരന്തം എന്ന് പറയുന്നത് എപ്പോഴും ട്രാജിക്കാണ്. പക്ഷെ നമുക്കിങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ എന്താ, വാസാംസി ജീർണാനി യഥാവിഹായ. ഇന്നത്തെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഷർട്ട് വൈകുന്നേരം കൊണ്ടുപോയി അവിടെ ഹാങ്ങറിൽ ഇട്ടിരിക്കുന്നു, നാളെ കാലത്ത് വേറെ എടുത്ത് ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ ഒരു ഷർട്ടൊന്ന് മാറിയെടുക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. മരണമെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് നെവർ ദ എൻഡ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് നമുക്കെങ്ങനെയാണ് ട്രാജഡി ഉണ്ടാവുക? ദുഃഖമില്ല എന്നല്ല കേട്ടോ, ദുഃഖമുണ്ട്. ശ്രീരാമൻ ഏറ്റവും വലിയ ദുഃഖ കഥാപാത്രമാണ്, പക്ഷേ ദുരന്ത കഥാപാത്രമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ ജന്മാന്തരം, റീബർത്ത് എന്നൊക്കെയുള്ള സങ്കല്പമൊക്കെ ഇല്ലേ. അപ്പോൾ ഈ നമ്മളുടെ ഗ്രീക്ക് മെറ്റാഫിസിക്സും നമ്മുടെ വിശ്വാസങ്ങളും, ഇന്ത്യൻ
മെറ്റാഫിസിക്സും തമ്മിലുള്ളൊരു വ്യത്യാസത്തെ കൊണ്ടാണ് നമുക്ക് ഇല്ലാത്തത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഇതിൽ പറയുന്ന കഥാരസിസ്, അരിസ്റ്റോട്ടിൽ പറയുന്ന കഥാരസിസ് നമുക്കില്ല. നമുക്കുള്ളത് രസമാണ്. ഈ രസം അരിസ്റ്റോട്ടിലിനും ഇല്ല, ഗ്രീക്ക് നാടകങ്ങളിലും ഇല്ല എന്നർത്ഥം. അപ്പോൾ ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ അനുഭവങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ ആധുനിക നാടക വേദിയിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാസം എന്ന് പറയുന്നത് ഡയറക്ടർ എന്ന ഒരു പ്രധാന പാത്രം വരികയാണ്. ഇതിനു മുൻപ് നടൻ മാത്രമേ ഉള്ളൂ, നടന്മാർ മാത്രമേ ഉള്ളൂ, ഡയറക്ടർ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഡയറക്ടർ വന്നത്. ഡയറക്ടർ വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഓരോ നാടകത്തിനും ആ ഡയറക്ടറുടെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവും. മറ്റെന്ന് വെച്ചാൽ ഓതർ എഴുതിയ നാടകം അങ്ങനെ തന്നെയാണ് പ്രസിദ്ധീകരിക്കുക. ഇപ്പം ഡയറക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഡയറക്ടറാണ് അത് പ്രസിദ്ധീകരിക്കുക, ഡയറക്ടറുടെ തീരുമാനമാണ് വരിക. ഞാൻ കന്നഡയിൽ പോയപ്പോൾ കന്നഡയിൽ വെച്ച് ഒരു ശാകുന്തള നാടകം കണ്ടു. ശാകുന്തള നാടകം കന്നഡ ഭാഷയായിരുന്നു കേട്ടോ, പക്ഷേ ശാകുന്തള ആയതുകൊണ്ട് എനിക്ക് മുഴുവൻ മനസ്സിലായി. അവിടെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനം ശാകുന്തള കഥ അറിയാമല്ലോ. അവസാനം ഇവർ വന്നു, യോജിച്ചു, ഇത് വരച്ചു. അപ്പോൾ രാജാവ് തൈരിൽ കയറി തിരിച്ച് ശകുന്തളയും കൂട്ടി, മോനെയും കയറ്റി ശകുന്തള കൂട്ടിയോട് പോവുക. അങ്ങനെ പോകാൻ നേരത്ത് ശകുന്തള പറഞ്ഞു, നിങ്ങളെങ്ങനെ പൊക്കോളൂ എന്ന് പറഞ്ഞു. കൂടെ ഞാനില്ലാന്ന്, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു. എന്നെ വിശ്വസിക്കാൻ പറ്റാത്ത നിങ്ങളുടെ കൂടെ ഞാൻ കൊട്ടാരത്തിലേക്കില്ല. നിങ്ങൾക്ക് വേണ്ടതൊരു രാജാവാകാൻ ഒരു അനന്തരാവകാശിയാണ്, അത് ഞാൻ തന്നു, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ എൻ്റെ വഴിയിൽ ആശ്രമത്തിലേക്ക് വരാം. നമ്മുടെ കാവാലത്തിൻ്റെ ഇതുണ്ട്, കാവാലത്തിൻ്റെ നാടകത്തിൽ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ കാവാലത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ മോതിരം കൊടുക്കും. തിരിച്ച് കിട്ടിയില്ലോ മോതിരം, കൊടുക്കും. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു, എനിക്ക് ആ മോതിരം ഇനി വേണ്ട. ഒരു മോതിരത്തിൻ്റെ ബലത്തിലാണ് എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ മോതിരം എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ പണി നോക്കി പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പണ്ടൊരു ഒരു ഒരു 10-30 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ആളുകൾ ആ കോട്ടൊക്കെ തകർത്ത് കളയും. കാരണം ഇങ്ങനെയല്ലല്ലോ കാളിദാസൻ പറഞ്ഞെന്ന് പറയും. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ പറയുകയെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ പറയണമായിരുന്നു എന്നാണ്. കാരണം അതാണ് പറഞ്ഞത്, ഈ പഴയ നാടകങ്ങളെ നമ്മൾ ഇപ്പോഴെടുക്കുമ്പോൾ ആ നാടകങ്ങൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നു. അതുകൊണ്ട് ഒരു 10 നാടകം, ഒരു നാടകം തന്നെ 10 പേര് ഡയറക്റ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ 10 തരത്തിലുള്ള എൻഡിങ് ആയിരിക്കും അതിനുണ്ടാകുക എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളൊരു നാടകം കാണുമ്പോൾ ആ നാടകത്തെ സംബന്ധിച്ച അവസാനത്തെ സംബന്ധിച്ചുള്ള മുൻവിധികളുമായിട്ടൊന്നും ഇപ്പോൾ നാടകം കാണാൻ നോക്കണ്ട. അങ്ങനെ ആവില്ല നാടകത്തിൽ വരിക. അത് വേറെ, ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് ലൈക്ക്. അതാണ് മറ്റൊന്ന്. ഈ പുതിയ നാടക സങ്കല്പങ്ങളിൽ വരുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന് പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്ന നാടകങ്ങളാവും പലതും. അതായത് ഓഡിയൻസ് ആവും കാര്യം തീരുമാനിക്കുക. ഞാനിപ്പോൾ നമ്മുടെ ഈ വർഷം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത് അവാർഡ് കിട്ടിയ സിനിമ ഏതാ? മലയാളത്തിൽ നിന്ന് അവാർഡ് കിട്ടിയ സിനിമ ഈ വർഷം ഓർക്കണില്ല. ആട്ടം എന്നൊരു സിനിമ കേട്ടുണ്ടോ? ആട്ടം. ഇവിടുത്തെ പോലും ആരെ? അതെയോ? ഞങ്ങളുടെ ലോകധർമ്മയിലെ ആക്ടേഴ്സാണ് അത് മുഴുവൻ. ലോകധർമ്മയുടെ ചെയർമാനല്ല. അപ്പോൾ ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻ്റാണെന്ന് പറയുന്നത് ആട്ടക്കഥ ഇത് ചെയ്തിരിക്കുന്നത്. ആട്ടം ഞാൻ പറയണത് എന്താ വെച്ചാൽ, പക്ഷേ അത് നാടകത്തിൻ്റെ കഥയും കൂടിയാണ്, സിനിമയിലാണ് നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ അതിന് അവാർഡ് കിട്ടി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡ് മലയാള സിനിമയ്ക്ക് കിട്ടിയതാണ്. ഈ സിനിമയിലൊരു പ്രശ്നിച്ച ഒരു നാടക ട്രൂപ്പാണ്. ഈ നാടക ട്രൂപ്പിൽ 11 പേരുണ്ട്, 12 പേരുണ്ട്. ഈ 12 പേര് എന്താണ്
വളരെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പോലെ കഴിയുകയാണ്. അതിൽ ഒരു സ്ത്രീ, ബാക്കി 11 പേര് പുരുഷന്മാർ. അപ്പം ഇവർ തമ്മിൽ കഴിയുന്നത് വെച്ചാൽ ഒറ്റ കുടുംബത്തിൽ കഴിയുന്ന പോലെ കഴിയുകയാണ്. വളരെ അടുത്ത് എങ്ങനെയാണ് ഒരു ഡ്രമാറ്റിക് ട്രൂപ്പിലെ അംഗങ്ങൾ തമ്മിൽ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പോലെ കഴിയേണ്ടത് എന്നതിന് നല്ലൊരു മോഡലാണ് ഇവർ. പക്ഷേ ഇവർ നാടകമൊക്കെ കഴിഞ്ഞു. ഈ നാടകം വളരെ നന്നായി എന്ന് പറഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു ഡിന്നറൊക്കെ ഒരുക്കി. അവരെല്ലാവരും വന്ന് ഡിന്നർ കഴിഞ്ഞിട്ട് ആ ഒരു ഹോട്ടലിൽ കഴിയുകയാണ്. ഒരു ദൗർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായി. അവരിൽ ആരോ ഈ പെൺകുട്ടിയെ, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളല്ലോ, ഈ പെൺകുട്ടിയെ അവിടെ മോശമായി പെരുമാറി. ഒരു കുടുംബത്തിലെ സ്വന്തം സഹോദരിയോടെന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇത് പുറത്തു വന്നപ്പോൾ പ്രശ്നം ഇതാര് എന്നതാണ്. 11 പേര് ആൺകുട്ടികളും ആണുങ്ങളും, ഒരാൾ സ്ത്രീ. ആര് എന്നതാണ് പ്രശ്നം. ആ നാടകത്തിൻ്റെ കഥ ഏതാ നാടകത്തിൽ? അപ്പോൾ ഓരോരുത്തരത് അന്വേഷിക്കുന്നു, അങ്ങനെ അന്വേഷിക്കുന്നു, ഇങ്ങനെ അന്വേഷിക്കുന്നു. ഇതെല്ലാം അന്വേഷണങ്ങളുമാണ് നാടകത്തിൻ്റെ കഥ. ആരാണ് ഈ തെറ്റ് ചെയ്തത് എന്നാണ് അന്വേഷിക്കുന്നത്. ആ നാടകം അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നാടകം അവസാനിക്കുന്നത് ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു ആരാണെന്ന്. അറിയില്ല. അപ്പോൾ ഈ 11 പുരുഷന്മാരും അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ അവരൊരു ഇത് വെച്ചിട്ടാണ് അവരുടെ മുഖം ഇങ്ങനെ മൂടിയിട്ട്, ഒരു കാറിൽ വെച്ച് മുഖം ഇങ്ങനെ മൂടിയിട്ടാണ് അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു, ആരാണ് നിന്നോട് മോശമായി പെരുമാറിയത്? പെൺകുട്ടിയുടെ മറുപടി, എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. എന്താ നിങ്ങളുടെ മുഖത്തൊരു ഇതില്ലാതെ? എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. ഭയങ്കര പവർഫുൾ ആയിരിക്കുന്നൊരിതാണ്. പുരുഷന്മാർ ആരായാലും അവരെല്ലാവരും ഇതേ സ്വഭാവക്കാരാണെന്നാണ്. എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ട്. ഈ നാടകം കാണുന്ന നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാം? ആരായിരുന്നു എന്ന് നിങ്ങൾ ഈ തിയേറ്ററിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നാലും ഉറക്കം വരില്ല. അത് അയാളായിരിക്കുമോ, അയാളെങ്ങനെ പറഞ്ഞല്ലോ, അപ്പോൾ അത് അയാളാകാൻ വഴിയില്ല. മറ്റേയാളായിരിക്കുമോ, അതാകാൻ വയ്യ. ഞാൻ പറഞ്ഞ എങ്ങനെയാണെന്നറിഞ്ഞോ? അതായത് ഒരു നാടകം അവതരിപ്പിച്ചിട്ട് ഈ നാടകത്തിലെ പ്രശ്നം എന്തെന്ന് നിങ്ങളോട് തീരുമാനിക്കാൻ പറയുകയാണ്. അതാണ് ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ. പുതിയ നാടകങ്ങളിൽ, ലേറ്റസ്റ്റ് ആയിരിക്കുന്ന നാടകങ്ങളുടെയൊക്കെ ആ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഓഡിയൻസിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട്, നടന്മാർ മാത്രമല്ല, അരങ്ങ് മാത്രമല്ല, കാണുന്ന നിങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കൂ എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ അവനായിരിക്കാം, ഇവനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേയാളായിരിക്കാമെന്ന് ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നടക്കാം എന്നർത്ഥം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഇതുവരെ ഈ നാടകം എന്നത് ഒരു സംഘത്തിൻ്റെ ജോലിയായിരുന്നു. നാടകം എഴുത്ത് എന്നൊരു നാടകകൃത്തിൻ്റെ ജോലിയായിരുന്നു. നമ്മുടെ ജോലി ഇത് കാണുക എന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ നാടകം കാണുക എന്നതല്ല നമ്മുടെ ജോലി. നമ്മളും ഈ നാടകത്തിൻ്റെ ഭാഗമാവുകയും ഈ നാടകത്തിൻ്റെ പ്രശ്നമെന്ത് എന്നത് നമ്മുടെയും പ്രശ്നമാകുകയും ചെയ്യാം. കാരണം നമുക്ക് തോന്നണം, അവനെ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ പെരുമാറി, സ്വന്തം സഹോദരിയെ പോലെ പെരുമാറിയിട്ട് അയാൾ ആരാണെന്നത് കണ്ടുപിടിക്കണമല്ലോ എന്നത് നമ്മുടെയും പ്രശ്നമായി മാറുന്നു എന്നർത്ഥം. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ പഴയ കാലത്ത് ഈ നാടകം എന്നതിനെ സംബന്ധിച്ചുണ്ടായിരുന്ന സങ്കല്പമൊന്നുമല്ല ഇപ്പോൾ നാടകത്തെ പറ്റി ഉണ്ടാകുക. ഓഡിയൻസ് ഒന്ന് വ്യാഖ്യാനങ്ങൾ മാറിയിരിക്കുന്നു. ഈ അരങ്ങിൽ അവതരിപ്പിക്കുന്ന മാത്രമല്ല നാടകം, മറ്റൊന്ന് വ്യാഖ്യാനങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ്.
ഞാനിത് അവസാനിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടുതൽ സമയം എടുക്കണില്ല. അപ്പോൾ ഈ കാഴ്ചക്കാർ തീരുമാനിക്കുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എൻഡിങ് ആണ്. പണ്ടങ്ങനെയല്ല. പണ്ട് ഇത് കഴിഞ്ഞു, നായകനും നായികയും വിവാഹം ചെയ്തു, കല്യാണം, മംഗളം ശുഭം, ഭരതവാക്യം, എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകട്ടെ. അതാണ് നമ്മുടെ നാടകത്തിൻ്റെ പൊതു സ്വഭാവം. ഇപ്പോൾ നാടകത്തിൻ്റെ പൊതു സ്വഭാവം അങ്ങനെ അല്ല, ഒരു ഓപ്പൺ എൻഡിങ്. നിങ്ങൾക്കാർക്കും ഏതും എങ്ങനെയും ഈ നാടകത്തിൻ്റെ സമാപ്തിയെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് അവസാനിപ്പിക്കുന്നത്. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ അച്ചടിച്ച ടെക്സ്റ്റ് ഉണ്ടല്ലോ, നാടകത്തിൻ്റെ ടെക്സ്റ്റ്, അത് വളരെ സ്റ്റാറ്റിക്കാണ്. അത് ഏത് കാലം ഒരുപോലെ ഇരിക്കുള്ളൂ. നളയരുത് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്താൽ അടുത്ത 10 കൊല്ലം കഴിഞ്ഞിട്ട് നളയരുതം പഠിക്കാൻ വരുന്ന കുട്ടിയും അത് അങ്ങനെ തന്നെയാണ് ഈ പഠിക്കുക. പക്ഷെ പെർഫോമൻസ് ദാറ്റ് ഈസ് ആൾവേസ് ചേഞ്ചിങ്. കഴിഞ്ഞ കൊല്ലം ഈ നാടകം അവതരിപ്പിച്ച പോലെ അല്ല ഇപ്പോൾ ഇത് അവതരിപ്പിക്കുക. അപ്പോൾ പെർഫോമൻസാണ് നാടകത്തെ മാറ്റുന്നത്. അത് ഈ സമൂഹത്തിൻ്റെ നിലയനുസരിച്ചാണ് മാറ്റുന്നത്. ഇപ്പോൾ ഇതുപോലൊരു ചോദ്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലൊരു ചോദ്യം ഉണ്ടാകുക, ഒരു പെൺകുട്ടിക്ക് താനൊരു അപമാനമേറ്റാൽ പറയാൻ ഒരവകാശം ഉണ്ടാകുന്നു, അവർ ധൈര്യമായിട്ട് പറയുന്നു. അങ്ങനെ പറയുമ്പോഴും അതൊരു ചർച്ചാ വിഷയമാകുന്നു. അങ്ങനെ ഒരു പ്രശ്നം പൊതുസമൂഹത്തിൻ്റെ ചർച്ചയ്ക്ക് വരികയാണ്. പണ്ടാണെങ്കിൽ അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ പെർഫോമൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ നാടകം തന്നെ ഒരു 5 കൊല്ലം മുമ്പാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ കൂട്ടത്തിൽ ഒരുത്തനെ കണ്ടുപിടിച്ച് അവനെ ശിക്ഷിച്ച് വിട്ട് അവസാനിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുന്ന കാര്യം, ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് എവിടെയും ഏത് രീതിയിലും എങ്ങനെയും ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ ക്ലാസ് മുറികൾ പെർഫോമൻസുകളാക്കാവുന്നതാണ്. നിങ്ങൾ പഠിക്കുന്ന ഒരു ടെക്സ്റ്റ് അത് നിങ്ങൾക്ക് ഇൻ്റർവെല്ല് കിട്ടുമ്പോഴോ സമയം കിട്ടുമ്പോഴോ നിങ്ങൾക്ക് തന്നെ പെർഫോം ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങളറിയാത്തൊരു എനർജി നിങ്ങൾക്കുണ്ടാവും. അതാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ തിരിക്കുമ്പോഴോ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫോം ചെയ്യാവുന്നതാണ്. നമ്മുടെ അധ്യാപകർ പലപ്പോഴും നല്ല നടന്മാരായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു ക്ലാസ്സിൽ. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകൻ ബാലകൃഷ്ണൻ സാർ എന്നാണ് പറയുക. ഈ ബാലകൃഷ്ണൻ സാറ് ഈ ടെയിൽ ഓഫ് 2 സിറ്റീസിലെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന് പറയുന്ന നാടകത്തിലെ, നാടകമല്ല നോവലാണ് അതിലൊരു. അപ്പോൾ അതിലൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ സുഹൃത്തിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കാണാൻ ചെല്ലുന്നു. കാണാൻ ചെന്നിട്ട് സുഹൃത്ത് പറയുന്നു, ഞാൻ നിൻ്റെ സ്ഥലത്തോടെ ഇരുന്നോളാം, നീ എൻ്റെ ഉടുപ്പ് ധരിച്ചുകൊണ്ട് പൊക്കോളൂ, കാരണം നിനക്ക് കുടുംബ ബാധ്യതകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, അതുകൊണ്ട് നീ മരിക്കരുത്, എനിക്കൊന്നുമില്ല, ഞാൻ മരിച്ചോളാം, അതുകൊണ്ട് നീ എൻ്റെ ഷർട്ടും ഇട്ടുകൊണ്ട് നീ പുറത്തേക്ക് പൊക്കോളൂ എന്ന് പറയുന്ന ഒരു രംഗമാണ്. ബാലകൃഷ്ണ സാർ പറയുന്നത്, കാഠൻ, ഡിയർ കാഠൻ, കാഠൻ എന്നയാളുടെ പേര്, ഇറ്റ് ഈസ് മാഡ്നസ്. ഇത് നീ പറയുന്നത്, ഞാൻ പോയി വേഷം മാറിയിരുന്ന് നിൻ്റെ വേഷം ഇട്ടുകൊണ്ട് ഞാൻ തൂക്കിലേറിക്കൊള്ളാം, നീ പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. കാഠൻ, ഡിയർ കാഠൻ, ഇറ്റ് ഈസ് മാഡ്നസ്. എനിക്കിപ്പോഴും ഈ ബാലകൃഷ്ണ സാറിൻ്റെ ആ സമയത്ത് ആ കവിളിലെ തുടിപ്പ് ഇപ്പോഴും എനിക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തെ, ആ വിറയൽ നമുക്ക് കാണാം. കൊല്ലം 63 കഴിഞ്ഞു കേട്ടോ. ഏത്, ഞാൻ ഈ സെക്കൻഡ് BA പഠിക്കുന്ന കാലത്താണ് ഞങ്ങൾക്ക് ഇത് ഉണ്ടായത്. 63 കഴിഞ്ഞു. ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത് ഈ നാടകം, ഇപ്പോൾ ഈ കമ്പ്യൂട്ടറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പിലിരുന്ന് ഉറക്കുന്നെങ്കിലാണല്ലോ ഇപ്പോൾ നമ്മുടെ എന്നുവെച്ചാൽ മനുഷ്യനോട് ബന്ധമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ എല്ലാം. നമുക്ക് ഈ ഒരു നാടകം പഠിക്കലോ ഒരു കവിത പഠിക്കലോ ഒക്കെ വി ക്യാൻ പെർഫോം ഇറ്റ്. അങ്ങനെ നമ്മളത് പെർഫോം ചെയ്യുമ്പോൾ നമുക്കത് വളരെ സ്വാധീനം ഉണ്ടാകുകയും അത് നമ്മുടെ ഉള്ളുലയ്ക്കുകയും
ചെയ്യുന്നത്. ഉള്ളുരുക്കും എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായില്ലേ ഇപ്പോൾ അടുത്ത്, അതുപോലെ നമ്മുടെ ഉള്ള് ഉരുക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമായി നമ്മുടെ സാഹിത്യ ക്ലാസ്സുകളെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലെ കെമിസ്ട്രി ക്ലാസ്സൊന്നും അങ്ങനെ നിങ്ങൾ നോക്കണ്ട. സാഹിത്യ ക്ലാസ്സുകളെ മാറ്റാനും നമുക്ക് പെർഫോമറായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ടെക്സ്റ്റ് പഠിക്കുന്നു, ആ ടെക്സ്റ്റ് അച്ചടിച്ച ടെക്സ്റ്റ് അവിടെ ഇരിക്കുന്നു, പക്ഷെ അച്ചടിച്ച ടെക്സ്റ്റ് പഠിക്കുന്ന നമുക്ക് പെർഫോമറായി മാറി ജീവിതകാലം മുഴുവൻ നമ്മുടെ ഓർമ്മയിൽ ആ ക്ലാസ്സും ആ സംഭവങ്ങളും ആ ചുറ്റുമുള്ളവരും നിലനിൽക്കത്തക്ക രീതിയിൽ മാറ്റാൻ കഴിയും. അതിന് നിങ്ങൾക്കൊരാവേശമാകട്ടെ ഈ സെമിനാർ, നമ്മൾ 2 ദിവസമായി നടക്കുന്ന തിയേറ്ററിനെ പറ്റിയുള്ള സെമിനാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.